അപ്പോൾ ഇന്ന് കുറച്ചധികം കുക്കിംഗ് ഒക്കെ ആയിട്ട് ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ പോർക്ക് വെക്കാനായിട്ട് അത് പോർക്കൊക്കെ കൊണ്ടുവന്നത് നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയതിന് ശേഷം പിന്നെ അതിലേക്കുള്ള മസാലയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് നമ്മളത് വേവിക്കാറ്. പിന്നെ കൊണ്ടുവന്നപ്പോൾ പീസുകളൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം ഒന്നുകൂടി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ചുകൂടി ചെറിയ പീസ് ആക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് വെക്കുകയായിരുന്നു. നമ്മളൊരു മിനിമം ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മളതൊന്ന് വേവിച്ചെടുക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായി പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ അതൊക്കെ നന്നായി കൂട്ടി തിരുമ്മി വെച്ചു. പിന്നെ അടുത്തതായിട്ട് ഉണ്ടാക്കാനുള്ളത് വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വട്ടയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെക്കായിരുന്നു കേട്ടോ. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണികളൊക്കെ ഇന്ന് ചെയ്യണേ. നാളെ അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ ചായയൊക്കെ കുടിക്കണേ. സമയം അപ്പോഴേക്കും ഒരു 7:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം മീൻകറിയും കൂടി വെച്ചു. മീൻകറി നമ്മൾ സാധാരണ പാലൊക്കെ ഒഴിച്ച് വെക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ വെക്കാറുള്ളത്. ഒരു 3-4 മണിക്കൂറായപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പത്തിനുള്ള മാവ് അങ്ങനെ റെഡിയായി. അങ്ങനെ മീൻകറിയും വട്ടയപ്പൊക്കെ റെഡിയാക്കി.